നമസ്കാരം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ വിജയസാധ്യതയെക്കുറിച്ച് വിലയിരുത്തുകയും ഈ വിലയിരുത്തലുകൾ ചോർന്ന് മാധ്യമങ്ങളിൽ വരികയും ചെയ്യാറുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും കോൺഗ്രസ് പാർട്ടിയുടെ ഏകോപന സമിതിയുമൊക്കെ ഒരു വിലയിരുത്തൽ നടത്തിയതായാണ് റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടി അതിനെപ്പോൾ യോഗം ചേർന്നു എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. BJPയുടെ കോർ കമ്മിറ്റി കൂടി അവരുടെ വിജയസാധ്യത വിലയിരുത്തിയെന്നും ഏതാണ്ട് 12 സീറ്റുകളിൽ അവർ വിജയിക്കുമെന്ന് കണക്കാക്കുന്നു എന്നുമാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, കുന്നത്തുനാട്, തൃശൂർ, മണലൂർ, നാട്ടിക, മലമ്പുഴ, പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ 12 മണ്ഡലങ്ങൾ വിജയിക്കും എന്ന സൂചനയാണ് BJP വൃത്തങ്ങൾ പുറത്തുവിടുന്നത്. ഈ 12 മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവോ, പൂഞ്ഞാറോ, പാലായോ, തിരുവല്ലയോ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നോർക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ BJPയുടെ അവസ്ഥ എന്താണ് എന്ന് പരിഗണിക്കുന്നത് ഉചിതമാവും. തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തിലെ പൾസുകൾ, എക്സിറ്റ് പോളിന് സമാനമായ റിപ്പോർട്ടുകൾ ഇവയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിൽ BJPക്ക് തിരിച്ചടിയാവുന്നത് മുസ്ലിം വോട്ടുകളുടെ UDFന് അനുകൂലമായ ധ്രുവീകരണമാണ്. UDFന് അനുകൂലമായ വലിയൊരു കൊടുങ്കാറ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞു വീശി എന്നത് വാസ്തവമാണ്. മലബാറിൽ ആ കാറ്റ് അതിശക്തമായി ആഞ്ഞു വീശി. മറ്റെല്ലായിടത്തും ഈ തരംഗം വ്യക്തമാണ്. പിണറായി വിരുദ്ധ വികാരവും മുസ്ലിം ധ്രുവീകരണവും ചേരുമ്പോൾ UDF 90-100 സീറ്റ് വരെ നേടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. UDFന് അനുകൂലമായി ഉണ്ടായ ഈ ധ്രുവീകരണം ഒരു പരിധിവരെ BJPയുടെ സാധ്യതയെ ബാധിച്ചു. പാലക്കാടും മഞ്ചേശ്വരവുമൊക്കെ BJPക്ക് കൈവിടാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെട്ടത് UDF അനുകൂല തരംഗമാണ്. BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി UDF ആണെങ്കിൽ അവർക്ക് വിജയം ഉറപ്പായി. അതേസമയം BJPയും CPMഉം തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റായി. ആ സാഹചര്യത്തിലാണ് BJPക്ക് 2 മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ളത്. BJPക്ക് വിജയസാധ്യത ഏറ്റവും ഒടുവിൽ കൽപ്പിക്കപ്പെടുന്നത് 2 സീറ്റിൽ മാത്രമാണ്. തെരഞ്ഞെടുപ്പ് ദിവസം വരെ BJP ഉറപ്പായും നേടുമെന്ന് വിശ്വസിച്ചിരുന്നത് 4 സീറ്റുകളാണ്. നേമവും, കഴക്കൂട്ടവും, പാലക്കാടും, മഞ്ചേശ്വരവും. അതിനൊപ്പം ആറ്റിങ്ങൽ, കാട്ടാക്കട, പാല, പൂഞ്ഞാർ പോലെയുള്ള മണ്ഡലങ്ങളിൽ സാധ്യത കൽപ്പിച്ചിരുന്നു. ഇതിനൊപ്പമാണ് 2020യുടെ സ്ഥാനാർത്ഥി കുന്നത്തുനാട് ജയിക്കുമെന്നും കണക്കാക്കിയത്. എന്നാൽ വിജയസാധ്യത ഇപ്പോൾ നേമത്തും കഴക്കൂട്ടത്തും ഒതുങ്ങി നിൽക്കുന്നു. മറുനാടൻ്റെ സർവേയിൽ വ്യത്യസ്തമായിരുന്നു സ്ഥിതി. മഞ്ചേശ്വരവും പാലക്കാടും നേമവുമായിരുന്നു മറുനാടൻ്റെ സർവേയിൽ BJP വിജയിക്കുമെന്ന് കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങൾ. ഇതിൽ 2 പാലക്കാടും മഞ്ചേശ്വരവും BJPക്ക് തോൽവി ഉണ്ടാകുന്ന തരത്തിൽ മുസ്ലിം ധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതേസമയം ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ കഴക്കൂട്ടത്ത് BJP വിജയക്കൊടി പാറിക്കുകയും ചെയ്യും. നേമത്തും കഴക്കൂട്ടത്തും BJPക്ക് ഗുണകരമായത് മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റായതാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി CPMന്റെ ശിവൻകുട്ടിയാണെന്ന് കുറച്ചുപേർ കരുതിയപ്പോൾ ശബരിനാഥാണെന്ന് മറ്റു കുറച്ചുപേർ കരുതി. തീവ്ര മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പുലർത്തുന്ന CPMന് വോട്ട് ചെയ്യാൻ മടിയുള്ള വലിയൊരു വിഭാഗം മുസ്ലിമുകൾ ശബരിനാഥിന് വോട്ട് ചെയ്തു. സാക്ഷാൽ മുരളീധരനെ നിർത്തിയിട്ട് പോലും നേമത്ത് കാര്യമായ വോട്ട് വർധനവ് സംഭവിക്കാതിരുന്നപ്പോൾ ഇക്കുറി നേമത്ത് ശബരിനാഥ് വലിയ അളവിൽ വോട്ട് നേടി. BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റായി ശബരിനാഥിനും ശിവൻകുട്ടിക്കും വീതിക്കപ്പെട്ടപ്പോൾ പരിക്കേൽക്കാതെ രാജീവ് ചന്ദ്രശേഖർ വിജയക്കൊടി പാറിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇത് തന്നെയാണ് കഴക്കൂട്ടത്തുമുണ്ടായത്. കഴക്കൂട്ടത്തെ സിറ്റിംഗ് MLA കടകംപള്ളി സുരേന്ദ്രനാണ് V മുരളീധരനെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി എന്ന് വിശ്വസിച്ച അനേകം മുസ്ലിം വോട്ടർമാർ കടകംപള്ളിക്ക് വോട്ട് ചെയ്തപ്പോൾ CPMന്റെ മുസ്ലിം വിരുദ്ധ നിലപാടിനോട് എതിർപ്പുള്ള മുസ്ലിം വോട്ടർമാർ ശരത്ചന്ദ്ര പ്രസാദിനാണ് വോട്ട് ചെയ്തത്. BJP വിരുദ്ധ വോട്ടുകൾ അവിടെ സ്പ്ലിറ്റായി. അങ്ങനെ BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ട് അവിടെ മുന്നേറ്റം BJPക്ക് തന്നെ ലഭിച്ചു. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് BJP നേമത്തും കഴക്കൂട്ടത്തുമാണ് വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ BJP വിജയിക്കുമെന്ന് കരുതിയിരുന്ന പാലക്കാടും മഞ്ചേശ്വരത്തും അത്തരമൊരു ധ്രുവീകരണം സംഭവിച്ചില്ല. മഞ്ചേശ്വരത്തെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി BJP വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ശേഖരിച്ചു. CPMന്റെ സ്ഥാനാർത്ഥി ബഹുദൂരം പിന്നിലോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയും ഒടുവിൽ കേവല ഭൂരിപക്ഷ സാധ്യതയിലേക്ക് ലീഗിൻ്റെ സ്ഥാനാർത്ഥി എത്തുകയും ചെയ്തു. അങ്ങനെയാണ് K സുരേന്ദ്രനേക്കാൾ വോട്ട് നേടി AKM അഷ്റഫ് മഞ്ചേശ്വരത്ത് ജയിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് തന്നെ
പാലക്കാട്ടും ആവർത്തിച്ചു. മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് പിഷാരടിക്ക് അനുകൂലമായി ധ്രുവീകരിക്കുകയും മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി വോട്ട് പിടിക്കാൻ നടത്തിയ CPMന്റെ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. CPMന്റെ സ്ഥാനാർത്ഥി ബഹുദൂരം പിന്നിലേക്ക് പോയ സാഹചര്യമാണ് പാലക്കാട് ഉണ്ടായത്. മാത്രമല്ല, പിഷാരടിക്ക് പാലക്കാട് അഗ്രഹാരങ്ങൾ അടക്കമുള്ളിടത്ത് വോട്ട് നേടാൻ കഴിഞ്ഞു. അങ്ങനെ മഞ്ചേശ്വരത്തും പാലക്കാട്ടും CPMന്റെ സ്ഥാനാർത്ഥികൾ ബഹുദൂരം പിന്നിലേക്ക് പോയപ്പോൾ UDFും BJPയും തമ്മിലായി മത്സരം. ഈ മത്സരത്തിലാണ് രണ്ടിടത്തും BJPയേക്കാൾ മുന്നേറ്റം UDF നേടിയിരിക്കുന്നത്. BJP വിജയിക്കാൻ സാധ്യതയുള്ള രണ്ട് മണ്ഡലത്തും, അതായത് നേമത്തും കഴക്കൂട്ടത്തും കൃത്യമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതേസമയം BJP വിജയ സാധ്യത ഉണ്ടായിരുന്നിടത്ത് UDF ആണ് ജയിക്കുന്നതെങ്കിൽ അവിടെ ത്രികോണ മത്സരമില്ല. LDFന്റെ സ്ഥാനാർത്ഥി ബഹുദൂരം പിന്നിൽ പോയി. BJP വിജയ സാധ്യത കൽപ്പിച്ചിരുന്ന വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ബഹുദൂരം മുമ്പിലെത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം കൊണ്ട് തന്നെ സിറ്റിംഗ് MLA പ്രശാന്ത് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ഇത് തന്നെയാണ് തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നതും. തൃശ്ശൂരിൽ BJPയും UDFും തമ്മിലാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയി. എന്നാൽ അവിടെയും ത്രികോണ മത്സരം തന്നെയാണ്. കുന്നത്തുനാട് UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ ബഹുദൂരം മുന്നിലാണ്. ബാബു ദിവാകരൻ എന്ന 2020 സ്ഥാനാർത്ഥി രണ്ടാമതും PV ശ്രീനിജൻ മൂന്നാമതുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി CP ജോണാണ് മുൻപിൽ. രണ്ടാമത് BJP സ്ഥാനാർത്ഥി കരമന ജയൻ. കരമന സുധീർ 3ാം സ്ഥാനത്താണ്. ആറ്റിങ്ങൽ, ചാത്തന്നൂർ, കാട്ടാക്കട, കാസർഗോഡ് തുടങ്ങിയ പല മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്താണ്. തിരുവല്ലയിലും പാലായിലും പൂഞ്ഞാറിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പാലായിലെ ത്രികോണ മത്സരത്തിൽ അവസാനം മുൻപിലെത്തിയിരിക്കുന്നത് മാണി C കാപ്പനാണെന്നാണ് റിപ്പോർട്ടുകൾ. ഷോൺ ജോർജും ജോസ് കെ മാണിയും തമ്മിലാണ് 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരം നടക്കുന്നത്. പൂഞ്ഞാറിലെ സ്ഥിതി വ്യത്യസ്തമാണ്. പൂഞ്ഞാറിലെ സിറ്റിംഗ് MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെന്നും UDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യനും BJP സ്ഥാനാർത്ഥി PC ജോർജും തമ്മിലാണ് വിജയത്തിന് വേണ്ടി മത്സരിക്കുന്നത് എന്നുമാണ് അവസാനത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട്. തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ മുന്നേറുമ്പോൾ 2ാം സ്ഥാനത്ത് കടുത്ത മത്സരമാണ് BJPയും LDFും തമ്മിൽ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. പതിവ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി BJP ഏറ്റവും അധികം വോട്ട് വർദ്ധിപ്പിക്കുന്ന മണ്ഡലമായി തിരുവല്ല മാറുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വോട്ടിംഗ് പാറ്റേണിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയൊക്കെ BJP മുന്നേറുന്നുവോ അവിടെയൊക്കെ അതിദയനീയമായി പിന്നോട്ട് പോകുന്നത്, മൂന്നാമത് പോകുന്നത് CPM ആണ്. CPMനെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ BJPക്ക് വിജയിക്കാൻ കഴിയൂ എന്ന തിയറി ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴെങ്കിലും BJP നേതാക്കൾ മനസ്സിലാക്കിയാൽ നല്ലത്.